ഗൈസ്, ഇനി നമുക്കൊരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി എടുത്താലോ. ആദ്യം തന്നെ വെള്ളം തെറിച്ച് വരുമ്പോൾ ബസ്മതി റൈസ് ആൻഡ് ഓയിലും ഇത്തിരി സാൾട്ടും കൂടെ അങ്ങ് ചേർത്ത് നന്നായി വെന്ത് വരുമ്പോൾ വേറൊരു പാത്രത്തിലോട്ട് ഇത്തിരി ഓയിലും വെളുത്തുള്ളിയും സവാളയും അങ്ങ് ചേർത്ത് സവാള ഒരു ബ്രൗൺ കളറാകുമ്പോൾ കുറച്ച് ക്യാപ്സിക്കനും ക്യാരറ്റും ബീൻസും അങ്ങ് ചേർക്കണം കേട്ടോ. ബീൻസ് ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് ക്യാബേജും കൂടെ അങ്ങ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതിൽ കുറച്ച് സാൽട്ടും കൂടെ അങ്ങ് ചേർത്ത് വേറൊരു ബൗളിലോട്ട് ഇത്തിരി എഗ്ഗ് അങ്ങ് പൊട്ടിച്ചിടണം കേട്ടോ. വേറൊരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് ഇത്തിരി കോക്കനട്ട് ഓയിലും നമ്മുടെ എഗ്ഗും അങ്ങ് ഇട്ട് എഗ്ഗിലോട്ട് ഇത്തിരി സാൽട്ടും കൂടെ അങ്ങ് ഇടണം കേട്ടോ. അതിനുശേഷം ഇത് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് നമ്മുടെ എഗ്ഗ് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്ന വെജിറ്റബിൾസും കുറച്ച് റൈസും അങ്ങ് ഇട്ട് നമ്മുടെ എഗ്ഗും അങ്ങോട്ട് അതിലോട്ട് കൊട്ടി കൊടുത്തതിന് ശേഷം നമ്മുടെ പെപ്പർ പൗഡറും പിന്നെ കുറച്ച് സാൽട്ടും സോയാ സോസും കൂടെ ഇട്ട്